ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം 1000-ഓളം വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഈ ആലങ്ങാട്ട് നിന്നും കച്ചവടത്തിന് വേണ്ടി ശർക്കര കുടങ്ങളുമേന്തി ആൾക്കാർ ഇതുവഴിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് ശർക്കര കുടങ്ങൾ ഇവിടെ വെച്ചിട്ട് വിശ്രമിക്കുമായിരുന്നു അവർ. ഒരിക്കൽ വില്ലോമംഗല സ്വാമി ഇതുവഴി കടന്നുപോയപ്പോൾ ദേവിയുടെ ഒരു സാന്നിധ്യം ശർക്കര ഉള്ളതായി അദ്ദേഹത്തിന് മനസ്സിലായി. ദേവിയെ ഒന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി. വില്ലുമംഗലത്തിനെ കണ്ടുകൊണ്ട് ഇവിടെ കളിത്തട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, കൊച്ചുകുട്ടി, അവൾ പെട്ടെന്ന് ചാടിയണീറ്റ് അദ്ദേഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ശർക്കരക്കുടത്തിനകത്ത് കയറി ഒളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ഈ ആലങ്ങാട്ടുകാര് ശർക്കരക്കുടങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പോ അതിൽ ഒരു കുടം മാത്രം മുകളിലേക്ക് വരുന്നില്ല. വലിച്ചു നോക്കിയപ്പോ കുടത്തിന്റെ ആകൃതിയിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ആ ശർക്കര ഇങ്ങനെ വരികയും കുടമെല്ലാം ഉടഞ്ഞ് നാശമായി മാറുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ വില്ലുമംഗലം പറഞ്ഞു, ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ഈ ശർക്കരക്കുടത്തിലാണ് ദേവി ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ശർക്കര ദേവിയായി മാറി. ശർക്കര ദേവിയുടെ ശ്രീകോവിലിനകത്ത് ഇന്നും ആ ശർക്കര വളരെ ഉയരത്തിൽ, കുടത്തിൽ നിന്നും ശർക്കര എങ്ങനെ ഉയർന്നു വന്നോ അതുപോലെ ഒരു വിഗ്രഹം ഇപ്പോഴും ശ്രീകോവിലിനകത്ത് പുറകുവശത്തായി മാറ്റാതെ വച്ചിട്ടുണ്ട്. ശർക്കര ഉത്സവം വളരെ ഗംഭീരമായി നടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രധാനമായും പൊങ്കാലയാണ്. അത് കുംഭം 1-ാം തീയതിയാണ് നടക്കുന്നത്. ഈ പ്രദേശം മുഴുവൻ പൊങ്കാലക്കലങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു ദിവസമാണ് 1-ാം തീയതി.